ആ വണ്ടി എടുത്തോ. വലിയ വർത്താനം പറഞ്ഞിട്ട് അമ്മ ഇപ്പൊ ലേറ്റായി വന്നിക്കും. അമ്മയ്ക്ക് വെറുതെ കൊണ്ട് ഇറങ്ങി വന്നാ പോരാ. ജനലടക്കണം, വാതിലടക്കണം, ഗ്യാസ് പൂട്ടണം, പാത്രം കഴുകണം, പിന്നെ മെയിൻ ഡോർ പൂട്ടണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരുന്നത്. ഒരു ഷെഡ് പോലും കഴുകാത്ത നിങ്ങൾ എന്നോട് ഇത് പറയരുത് കേട്ടോ. രാവിലെ എണീറ്റ് ഞാൻ ചായയും കടി ഉണ്ടാക്കി. ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ചോറും കറി ഉണ്ടാക്കി അത് ഞാൻ പാത്രത്തിലാക്കി കാറിൽ കൊണ്ടുവച്ചു. കാറപ്പം നോക്കുമ്പോൾ രാവിലെ പൊടി പിടിച്ച് ചളി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്നിട്ട് അത് 6 മണിക്ക് എണീറ്റ് കഴുകി തുടച്ച് ഇങ്ങനെ ആക്കി വെച്ചതിലാണ് ഇരുന്നിട്ട് ഈ ഇന്നെ പറയാൻ വരുന്നത്. ഇന്നലെ കൊണ്ടുവച്ച പലഹാരം അത് കൊണ്ടുപോകാൻ വേണ്ടി കാറിൽ വെച്ചെന്ന് പലതവണ ഞാൻ പറഞ്ഞു. ആർക്കും അതിന് സമയം കിട്ടില്ല. എന്നിട്ട് അതും കെട്ടി പൊതിഞ്ഞ് കാറിന്റെ അകത്ത് ഇങ്ങൊക്കെ തിന്നാൻ വേണ്ടി കൊണ്ടുവച്ചത് ഞാനാണ്. ഒരെല്ലാം മറിച്ചിടാൻ എന്നെ കൊണ്ടൊന്നും ആരെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഇല്ലല്ലോ. മുഷ്ടി തുണിയൊക്കെ അവിടെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ തിരുമ്പി വെളുപ്പിച്ച് കുളിച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിട്ടുള്ളത്. ഇതൊന്ന് മേലെങ്കിലും കഴുകിയിട്ടുണ്ടോ? ഇത് വെള്ളം കണ്ടിട്ടുണ്ടോ? മുഖം മാത്രം കഴുകി കുറെ കളറുണ്ട് വാരി തേച്ചിട്ടുണ്ട് വന്നങ്ങോട്ട് ഇരിക്കും. കുപ്പിയിൽ വെള്ളം നിറച്ചോന്ന് പറഞ്ഞു. കേട്ട ഭാവം നടിച്ചിട്ടില്ല ഒരൊറ്റണം. എന്നിട്ട് അതും നിറച്ച് കുപ്പിയിൽ ഞാൻ കുടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കുടിക്കാൻ വേണ്ടിട്ട് എല്ലാത്തിനും.